ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയ യുവാക്കൾ ഗുണ്ട് പൊട്ടിച്ചു. സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു. മണത്തല ബേബി റോഡ് ആലിങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസാണ് ഗുണ്ട് പൊട്ടിച്ചത്. വലതു കൈപ്പത്തി തകർന്ന ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റീൽസ് വീഡിയോ ചിത്രീകരിക്കാനാണ് ഗുണ്ട് കയ്യിൽ കരുതിയിരുന്നത്. ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നു. ലിഷോ, എപ്പോഴായിരുന്നു സംഭവം? പോലീസ് എന്താണ് പറയുന്നത് ഇക്കാര്യത്തിൽ? ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തൊട്ടാപ്പ് കടപ്പുറത്തുള്ള ലൈറ്റ് ഹൗസിന് മുകളിലേക്ക് റീൽസ് ചിത്രീകരണത്തിന് വേണ്ടിയാണ് 5 യുവാക്കൾ കയറിയത്. ഇവരുടെ കയ്യിൽ സുഹൃത്തിൻ്റെ ഒരു കല്യാണത്തിന് വേണ്ടി വാങ്ങിവെച്ച അതിന് കല്യാണത്തിന് ഉപയോഗിച്ച ശേഷം അവിടെ പൊട്ടിച്ച ശേഷമുള്ള ഗുണ്ട് കയ്യിലുണ്ടായിരുന്നു. ഇവർ ഈ ലൈറ്റ് ഹൗസിന് മുകളിലെത്തി അത് കത്തിച്ചെറിഞ്ഞ് മറ്റൊരു റീൽസ് ചിത്രീകരിക്കാൻ ആയിരുന്നു ഇവരുടെ പദ്ധതി ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കടലിനോട് ചേർന്നുള്ള ലൈറ്റ് ഹൗസിൻ്റെ ആ ഭാഗത്തൊക്കെ തന്നെ വലിയ കാറ്റാണ് അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടിൻ്റെ തിരി കത്തിച്ച ഉടനെ തന്നെ പെട്ടെന്ന് തീ ആളി പടരുകയായിരുന്നു. അതോടുകൂടി ഗുണ്ട് വലിച്ചെറിയാനുള്ളൊരു സമയം കിട്ടിയില്ല. കയ്യിലിരുന്ന് ഈ ഫാരിസിൻ്റെ കയ്യിലിരുന്ന് തന്നെ ഈ ഗുണ്ട് പൊട്ടുകയും ചെയ്തു. ഇയാളുടെ കൈപ്പത്തിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരിക്കേറ്റ യുവാവിൻ്റേതുൾപ്പെടെ 5 പേർക്കെതിരെ നിലവിൽ ചാവക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 4 പേരെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ പൊട്ടിക്കുക എന്ന് പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ പരിക്കേറ്റ യുവാവിനെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അയാൾക്ക് വേണ്ട ചികിത്സ നൽകി വരികയുമാണ്. ഇയാൾ അറസ്റ്റിൽ തന്നെയാണ്, പക്ഷേ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. മറ്റ് 4 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, MS ലിഷോയാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. റീൽസ് ചിത്രീകരണത്തിനിടെയാണ് സ്ഫോടക വസ്തു കയ്യിലിരുന്ന് പൊട്ടിയത്. തുടർന്ന് അറസ്റ്റ് ചെയ്തു.